കേരളത്തിൽ ശിശുമരണ നിരക്ക് ഉയരുന്നു. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് 5-ൽ നിന്ന് 8-ലേക്കാണ് ഉയർന്നത്. നവജാത ശിശുക്കളുടെ മരണനിരക്കിലെ മാറ്റം ഗൗരവത്തോടെ പരിശോധിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വാക്സിനേഷനോടുള്ള വിമുഖതയും അശാസ്ത്രീയ രീതികൾ പിന്തുടരുന്നതും സൂചിക ഉയരാൻ കാരണമായിട്ടുണ്ടെന്നാണ് നിഗമനം. വിവരങ്ങളുമായി ജ്യോതിഷാണ് തലസ്ഥാനത്ത് നിന്നും ചേരുന്നത്. ജ്യോതിഷ്, വളരെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ എല്ലാ സംവിധാനങ്ങൾക്കുമുള്ള വീഴ്ചയെന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല. സംസ്ഥാനത്തെ ശിശുമരണ നിരക്കടക്കം വ്യാപിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അറിയാം, സംസ്ഥാനത്തെ ശിശുമരണ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്ക് കുറവുള്ളൊരു സംസ്ഥാനമെന്നായിരുന്നു നമ്മൾ കേരളത്തെ അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2018 മുതൽ ഈ ഒരു 2023-24 കാലഘട്ടം വരെ ഒരു 5% മരണനിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതാണിപ്പോൾ 8% ഉയർന്നിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. കാരണം 1970 മുതൽ 58%, അത് നമ്മൾ ക്രമാതീത കുറച്ചു കൊണ്ടുവന്നതാണ്. അതാണ് വീണ്ടും ഇപ്പോൾ 2026 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ 3% കൂടെ വർദ്ധിച്ച് 8-ലേക്ക് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് അശാസ്ത്രീയമായ ഒരു രീതികൾ പിന്തുടരുന്നതാണ് പ്രധാന കാരണമെന്നാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അത് വീട്ടിലെ പ്രസവം എടുക്കുന്നത്, അതുപോലെ തന്നെ അക്വാപഞ്ചർ പോലുള്ള പ്രസവ രീതികളാണ് ഇതിന് പ്രധാന കാരണം. മാത്രമല്ല, ഈ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നതിലുള്ള വിമുഖതയാണ് മറ്റൊരു കാരണമായിട്ട് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ രീതിയിലുള്ള അശാസ്ത്രീയ കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ടും പറയുന്നത്. ഈ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടികൾക്ക് വേണ്ട ആരോഗ്യ മേഖലയിൽ നൽകേണ്ട ഒരു ആരോഗ്യ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒന്നും കൃത്യമായി നടത്തുന്നില്ല. അതുതന്നെയാണ് പ്രധാന കാരണം. പിന്നെ ഈ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പരിഗണിക്കുന്നത്. അതാണ് ഇപ്പോൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നത്. അത് അതീവ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി എന്തുകൊണ്ടാണ്, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള വിശദമായ പഠനം കൂടി ഇതിനുവേണ്ടി ആരംഭിക്കണമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. പ്രജിത്ത്. ഓക്കെ, ജ്യോതിഷാണ് തലസ്ഥാനത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജനം TV ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ അവിടെ വീട്ടിലുള്ള പ്രസവങ്ങൾ അത് വർദ്ധിക്കുന്നു എന്നുള്ളത്, അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ പിന്തുടരുന്നതിനെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ എവിടേക്കാണ് എല്ലാം എത്തിച്ചേർക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ജ്യോതിഷ് നൽകിയ ഈ വാർത്തയുടെ ഒരു സാരാംശം എന്നുള്ളത്.